എത്രയോ പേരെന്നകത്ത് എഴുതിയിരിക്കുന്നു, ഇനി ഞാൻ എൻ്റെ അമ്മയെ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല. ഭർത്താക്കന്മാർ എഴുതിയിരിക്കുന്നു, അയ്യോ ഇങ്ങനെ ആയിരുന്നോ. പ്രായപൂർത്തി എഴുതിയിരിക്കുന്നു, അയ്യോ എൻ്റെ അമ്മ മരിച്ചു പോയാലും എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ചില വീഡിയോസ്, ഇപ്പോൾ എൻ്റെ മകളുടെ വീഡിയോ എന്നുള്ളത് ആരുടെ ആരെങ്കിലും സംഭവം മാറ്റത്തിന് തുടക്കം ഒരു സാധനം ഇട്ടാൽ എനിക്കത് വലിയ ഇഷ്ടമാണ്. ആശുപത്രികൾ ചിന്തിച്ചു തുടങ്ങി, ബെറ്റർ ഫെസിലിറ്റീസ് കൊടുക്കേണ്ടതല്ലേ. ആൾക്കാർ ഇനി ചോദ്യം ചെയ്തു തുടങ്ങും. ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ഇരുമ്പ് ഇതിലാണോ കണ്ടു കിടത്തേണ്ടത്, ഇങ്ങനെ അല്ലല്ലോ ഒരു ഗർഭിണിയെ കിടത്തുന്നത്. ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് പല ഗവൺമെന്റ് ആശുപത്രികളിലും വേദനയാണെന്ന് പറഞ്ഞ് കരഞ്ഞാൽ എന്തിനാ കിടന്ന് നിലവിളിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ മോശം, നമുക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അല്ല, അതിൻ്റെയും നമ്മളൊന്നുകൂടി ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് അവരങ്ങനെ വിളിക്കേണ്ടി വരുന്നു. അവരുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒരു 30 പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ 3 പേർക്കായിരിക്കും ചാർജ് കൊടുക്കുന്നത്. ഇവരുടെ ഫ്രസ്ട്രേഷൻ ഇവർക്ക് ആരോടെങ്കിലും കാണിക്കണ്ടേ. അപ്പം ഈ സൗകര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയമായിട്ടേ അല്ല ഒന്നും പറയുന്നത്. ഈ വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് റോഡും പാലങ്ങളും അല്ല, റോഡും വേണം, പാലങ്ങളും വേണം, കണക്ടിവിറ്റി നന്നാക്കണം. പക്ഷേ ഇതല്ലാതെ മനുഷ്യനെ ചുറ്റിപ്പറ്റി ധാരാളം വിഷയങ്ങളുണ്ട്. ഇപ്പോൾ 100 വിഷയങ്ങളാണ് ഒരു മനുഷ്യരുമായി ബന്ധപ്പെട്ടെങ്കിൽ ഒരു 2 വികസിപ്പിച്ചിട്ട് കാര്യമില്ല. ഈ 100 100% മാറ്റം വരുത്തിയാൽ മതി, മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും.